ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് എനിക്ക് നല്ല പനിയായിരുന്നു ഗീസ്. പനിയെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ പനിയും ഭയങ്കര ശരീരം പനിയും. ഒരിക്കലും ഇല്ലാതെ ഞാൻ കിടന്ന് കുറേ നേരം ഉറങ്ങി. എൻ്റെ കണ്ണുമൂറൊക്കെ ഇരിക്കുന്നുണ്ടോ, ഉറങ്ങി എഴുന്നേക്കാൻ പറ്റാതായി. പിന്നെ പിള്ളേരെ ഓർത്ത് ഞാനങ്ങ് എഴുന്നേറ്റ് പിള്ളേർക്ക് എന്തെങ്കിലും വെച്ച് കൊടുക്കണമല്ലോ എന്ന്. അപ്പോൾ ചേട്ടൻ വട്ടും കറിലൊക്കെ മേടിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് പോയി. അപ്പോൾ ഞാനത് വെക്കാമെന്ന് വിചാരിച്ചില്ല എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് സാൻഡ്ര ഓടി വന്നു. അമ്മ ചെന്ന് കിടന്നോ, ഞാൻ കറി വെച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് അവൾ കുറച്ച് ചിക്കനും എടുത്ത് എന്തോ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വട്ടും കറിലും ഒക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടിരുന്ന് പിന്നെ എനിക്കൊരു കാപ്പി കുടിക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കാപ്പിപ്പൊടി ഇട്ട് ഒരു ഗ്ലാസ് കാപ്പി ഇട്ടിട്ടോ. അതിൻ്റെ കൂടെ എൻ്റെ എല്ലാ പണികളും നടക്കുന്നുണ്ട്. ഭയങ്കര വയ്യായിക എന്ന് വെച്ചാൽ ശരീരം നമ്മളങ്ങനെ അടിച്ചിട്ടതുപോലെ. പിന്നെ എനിക്ക് കാപ്പിയൊക്കെ തിളച്ച് ഞാൻ കാപ്പി കുടിച്ചുകൊണ്ട് ഇവൾ ഷാൻജിയുടെ വീഡിയോ കണ്ടുകൊണ്ടാണ് എന്താ പറയുക ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കുവാണെന്ന്. ഞാൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ആയിക്കും. പിന്നെ ഒരു സമാധാനം, പെൺമക്കളുള്ളത് കൊണ്ട് നമ്മൾ എന്തായാലും ഒന്ന് വീണ് കഴിയുമ്പോൾ അല്ലെങ്കിൽ കിടന്ന് കഴിയുമ്പോൾ സഹായിക്കുമല്ലോ എന്ന്. എൻ്റെ വീട്ടിൽ രണ്ട് സഹായിക്കുന്ന ആൾക്കാർ തന്നെ കേട്ടോ. എൻ്റെ ഇളയത് ആൺകുച്ചിയാണെങ്കിലും അടുക്കളയിൽ ചെയ്യാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഈ സാൻഡ്ര എപ്പോഴേലുമൊക്കെ കയറുള്ളൂ. ഇവിടെ നോക്കിയപ്പോൾ ആളില്ലാത്ത വീട്ടിൽ ടി വി ഓടിക്കൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യരില്ല, എപ്പോഴും ഇങ്ങനെയാണ്. ടി വി ഇട്ടിട്ട് അവനൊരു പോക്കിന് പോകും, ക്രിക്കറ്റ് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. പിന്നെ ഞാനത് എടുത്ത് വെച്ചു കേട്ടോ. അവളിത് ആ ചിക്കനെല്ലാം നന്നായിട്ട് കഴുകി മാരിനേറ്റ് ചെയ്ത് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വരുന്ന വഴിക്ക് നല്ല ചക്ക കിട്ടിയിട്ടുണ്ടായി, നല്ല നാടൻ ചക്ക, നല്ല പഴുപ്പുണ്ടായി. അപ്പോൾ ചേട്ടൻ അത് പൊളിച്ച് വെച്ചിട്ടുണ്ടായി. ഞാൻ ആ കാപ്പിയും ചക്കയും കൂടെ കഴിച്ചിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പോൾ അത് ആ ഷെറിന് ഞാൻ കൊടുത്തിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാൻ. എന്നാ പനി പിടിക്കാത്ത സമയം ഫുഡ് ഉണ്ടാക്കത്തില്ലേ? നന്നായിട്ടുണ്ടോ? ഇത് സൂപ്പറാണോ? അപ്പോൾ എല്ലാവരും ഗൈസ് നിങ്ങൾ വീട്ടിലമ്മ പനി പിടിച്ചെടുക്കുമ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഷെറിൻ ടേസ്റ്റ് ചെയ്തിട്ട് അടിപൊളിയാണ് അമ്മ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊന്നും അങ്ങനെ ലോങ് ആയിട്ട് പോയിരിക്കുന്നതുകൊണ്ട് എനിക്കൊന്നും പറയാനും പറ്റിയില്ല. അടിപൊളിയായിട്ട് ഒരു വട്ടും കറിലിൻ്റെ കറിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്, കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് പാർട്സ്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ അവൾ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ വറുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ പണി ഏകദേശം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒട്ടും വയ്യ മോനെ, അമ്മ പോയി കിടക്കട്ടെ, മോൾ ചെയ്തിട്ട് എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി വീണ്ടും ഞാൻ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് വന്നപ്പോൾ അവളുടെ കറിയൊക്കെ ഏകദേശം ആകാറായിട്ടുണ്ടായി. അപ്പോൾ എല്ലാം അവൾ വറുത്തിങ്ങനെ കോരിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് തീരെ പാടില്ലെന്ന് വെച്ചാൽ ഇന്നും എനിക്ക് ഒട്ടും വയ്യ. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ കൊച്ചു അടിപൊളിയായിട്ടുള്ള കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. എല്ലാവർക്കും അവൾ ഉണ്ടാക്കിയത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനുണ്ടാക്കിയതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡുമൊക്കെ കഴിച്ച് രാത്രി ഗുളികയെല്ലാം കഴിച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങണം. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലവ് യു ആൻഡ് ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് നമ്മുടെ സബ് ചെയ്യാത്തവരൊന്ന് സബും കൂടെ ചെയ്തേക്കണേ. എന്നാൽ ഞാൻ പോയി വരാം. ബൈ.